അരിയ വേനലിന് അറുതി വരുത്തി. അമൃതവർഷം പൊഴിക്കുവാൻ ഋഷിശൃംഗൻ എന്ന മുനികുമാരനെ മനം മയക്കി കൊണ്ടുവന്ന വൈശാലിയുടെ കഥ. കലയെയും സിനിമയെയും സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ വേരുറച്ച വൈശാലി എന്ന ചലച്ചിത്ര കാവ്യത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹാസ്യ ആവിഷ്കാരം വൈശാലിക്കിപ്പോൾ വയസ്സായി. അംഗരാജ്യത്തെ താമസിക്കുന്ന പ്രജകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരൾച്ച മൂലം തകർച്ച വന്ന നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അടിയന്തരമായി വിളിച്ചുകൂട്ടിയ പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ മഹാരാജാവ് രോമപാതൻ വെളുത്ത കുതിരകൾ കെട്ടിവലിക്കുന്ന സ്വർണരഥത്തിൽ എഴുന്നള്ളുന്നേ. അയ്യോ അയ്യോ வசந்தமுல்லை போலே வந்து ஆடிடும் வெண்புறா. வசந்தமுல்லை போலே வந்து ஆடிடும் வெண்പുറ. എന്ത്? തമിഴിൽ പ്രാവ് എന്നാണ് അർത്ഥം പ്രഭു. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. അടിയന്തരമായി നാം വിളിച്ചു കൂട്ടിയ മീറ്റിംഗിന് ആരെയും കാണുന്നില്ലല്ലോ. മീറ്റിംഗിന് വരാനിരുന്ന 1-2 പേരുടെ അടിയന്തരമാണ് പ്രഭു. ഈശ്വര, എന്തു പറ്റി? വെള്ളമില്ലാത്തത് കൊണ്ട് തൊണ്ട വരണ്ട് 2 പേര് ചത്തു. ഓർത്തിട്ട് ചിരി വരുന്നു. ആരൊക്കെയാ ചത്തത്? ഒന്ന് എന്റെ അച്ഛനും അമ്മാവനും. ചിരി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സത്യമാണ് പ്രഭു, ഞാൻ പറഞ്ഞത് സത്യമാണ്. മഹാമന്ത്രി, പെട്ടെന്ന് നിന്റെ തൊണ്ടയ്ക്ക് ഇതെന്തു പറ്റി? ഒന്നും പറയണ്ട പ്രഭു, ഇന്നലെ ഒരു ഫുള്ള് വാങ്ങിച്ചു. വെള്ളമില്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഡ്രൈ ആയിട്ട് അടിച്ചു. തൊണ്ടയുടെ കഞ്ഞിവെള്ളപ്പാത്തി കത്തിപ്പോയി. മന്ത്രി പ്രഭു. മന്ത്രി, ആ ഭായിയുടെ കട്ടി ഒരിത്തിരി കുറച്ചോളൂ. അതെന്താണ് പ്രഭു? തുപ്പല് തെറിക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഓ സോറി രാജൻ. മഴ കാത്തിരുന്ന് ബോറടിച്ച നാട്ടിലുള്ള വേഴാമ്പലുകൾ മുഴുവൻ പറന്നങ്ങ് ചിറാപൂഞ്ചിക്ക് പോയി. പൂഞ്ചി പോകത്തേ ഉള്ളൂ. പിന്നെ പ്രഭു, മറ്റൊരു കാര്യം, പ്രശസ്ത സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ നാട് വിട്ടുപോയി. അതെന്താ? മഴയുണ്ടെങ്കിലല്ലേ പുള്ളിക്ക് മുറ്റത്തിറങ്ങി പാട്ട് പാടാൻ പറ്റൂ. പോയത് നന്നായി. പിന്നെ പ്രഭു, തൊണ്ടവേദന കാരണം തവളകൾ പോലും പെക്രോം പെക്രോം എന്ന് കരച്ചിൽ നിർത്തി. ഭഗവാനെ, അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? ഈ നാട്ടിൽ ഒരു മഴ, ഒരൊറ്റ മഴ അങ്ങേക്ക് പെയ്യിച്ചുകൂടെ? മഹാമന്ത്രി, ഇത് കണ്ടോ? ഒരു തുള്ളി വെള്ളം എന്റെ കയ്യിൽ വീണിരിക്കുന്നു. ഈശ്വര, ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടു. മഴ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നും മിണ്ടാടിയില്ല അവിടുന്ന്. ഇത് മഴയെ കൊഴയൊന്നും അല്ല, പിന്നെ മോളീന്ന് എലിമുള്ളിയതാ. പ്രഭു, ഇനി നമ്മൾ എന്തു ചെയ്യും? ഐഡിയ. മഹാമന്ത്രി, താങ്കൾ വൈശാലി എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ടോന്നോ? വൈശാലി, രതി നിർവേദം, തകര, അവളുടെ രാവുകൾ എല്ലാം 2-3 പ്രാവശ്യം വീതം കണ്ടിട്ടുണ്ട്. ഛേ, തനിക്ക് വൈശാലിയുടെ കഥ ഓർമ്മയുണ്ടോന്ന്? എന്റെ മഹാരാജൻ, നാട്ടുകാര് വെള്ളമില്ലാതെ നട്ടം തിരിയുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കൊച്ചുകഥ പറയുന്നത് ശരിയാണോ? മന്ത്രി, നീ എന്റെ വായിൽ നിന്ന് കേൾക്കും. വൈശാലിയുടെ കഥയായിരിക്കും. അല്ല, തെറി, പുളിച്ച തെറി. ഇനി ഇവിടെ മഴ പെയ്യുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്നെ തെറി പറയുന്നതോ? അല്ല, പിന്നെ വീണ്ടും ഋഷ്യശൃംഗനെ കൊണ്ടുവരിക. ഋഷ്യശൃംഗൻ വന്നാൽ ഈ നാട്ടിൽ മഴ പെയ്യും. അതോടെ സകല പ്രശ്നങ്ങളും തീരും. പക്ഷെ കുമാരൻ വരുമോ പ്രഭു? കുമാരൻ വന്നിട്ട് എന്തിനാ? വരികയാണെങ്കിൽ ഋഷ്യശൃംഗൻ തന്നെ വരണം. തന്നെ വരുമോ എന്നറിയില്ല. കൂട്ടത്തിൽ ആരെങ്കിലും വന്നാലോ? പണ്ട് ഒരു നാടിനു വേണ്ടി ആ ഋഷ്യശൃംഗനെ ശൃംഗാരം കാണിച്ച് വലയിൽ വീഴ്ത്തിയ വൈശാലിയെ പോലെ ആരെങ്കിലും പോയാലേ നടക്കൂ. പക്ഷെ ആര് പോകും? ആരായാലും പോകുന്നത് ഒരു അപ്സര സുന്ദരിയായിരിക്കണം. മാൻപേടയുടെ കണ്ണുള്ളവൾ, മയിലിനെ പോലെ ആടുന്നവൾ, കുയിലിനെ പോലെ പാടുന്നവൾ, ആരും കൊതിക്കുന്ന ശരീരവും ശാരീരവും അംഗലാവണ്യവും ഉള്ളവൾ. മന്ത്രി, നിന്റെ കയ്യിൽ ഐശ്വര്യ റായിയുടെ നമ്പർ ഉണ്ടോ? ഉണ്ടായിരുന്നു, കളഞ്ഞുപോയി പ്രഭു. മല്ലിക ഷെറാവത്തിന്റെയോ? മറന്നുപോയി പ്രഭു. സാനിയ മിർസയുടെയോ? കളഞ്ഞുപോയി പ്രഭു. ശില്പ ഷെട്ടിയുടെയോ? അയ്യോ, ഉണ്ടായിരുന്നു, എവിടെയോ പോയി. അടിമാലി രംഭയുടെയോ? 9846662888. മിടുക്കൻ. എങ്കിൽ വിളിക്കൂ, എന്നിട്ട് ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ. വേണ്ട രാജൻ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ. അത് പട്ടിക്ക് ദൈവം കൊടുത്തതല്ലേ? അതൊക്കെ കണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതല്ല, നമ്മുടെ സംസാരത്തിനിടെ ഞാനൊരു മെസ്സേജ് വിട്ടിരുന്നു. രംഭ പുറപ്പെട്ടിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അവരിവിടെ എത്തും പ്രഭു. എന്ത്? അവളുടെ പേരിൽ കീച്ചൈനും ഇറങ്ങിയോ? ഈ ഗ്രാമം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗ്ലാമർ സുന്ദരി അടിമാലി രംഭ ഇതാ എഴുന്നള്ളുന്നേ. ഇന്നലെ
സന്തോഷമായി. സന്തോഷമായി രംബേ, എനിക്ക് സന്തോഷമായി. പ്രഭുദേവയോ? അതൊരു തമിഴ്നാടനല്ലേ? തൃപ്തിയായി. നല്ല വിനയം, നല്ല അടക്കമൊതുക്കം, സ്ത്രീത്വം വിളങ്ങുന്ന മുഖം. രംബേ, നീ ഒന്ന് കാട്ടിൽ പോകേണ്ടി വരും. അതെന്താ, ഇവിടെ റൂമില്ലേ? റൂമുണ്ട്, പക്ഷെ മഴയില്ല. കാര്യങ്ങൾ ഏറെക്കുറെ മന്ത്രി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആരെവിടെ? അടിമാലി രംബയ്ക്ക് കാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കൂ. എല്ലാം അവിടത്തെ തിഷ്ടം പോലെ. ഞാൻ പോയി വരാം. ഓം ശാന്തി, ഓം ശാന്തി, ഓം. All cool girls put your hands up and say ഓം ശാന്തി. പൂജക്കിടെ പാട്ട് കയറി വന്നല്ലോ. പൂജക്കിടയിൽ ഹിന്ദി പാട്ടോ? നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. നിന്റെ മനസ്സെവിടെയാണ്? നീ മാനിന് കഞ്ഞിവെള്ളം കൊടുത്തോ? ഏകാഗ്രതയോടെ പൂജ തുടരൂ. ഇതാര്? അടിമാലി രംബയോ? ആശ്ചര്യമായിരിക്കുന്നു. അങ്ങ് സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത മുനികുമാരനല്ലേ? പിന്നെ എങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞു? നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ബ്ലൂടൂത്ത് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കുവല്ലേ. മുനികുമാര, ഈ പൂജക്കിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാമോ? അതിനിവിടെ പൂജയാണെന്ന് ആര് പറഞ്ഞു? അപ്പോഴീ ഹോമകുണ്ടമൊക്കെ? അതിനിത് ഹോമകുണ്ടമല്ല, ഞാൻ 2 ഉണക്കമീൻ ചുട്ടെടുത്തോണ്ടിരിക്കുവല്ലേ. മുനികുമാര, എന്താ രംഭകുമാരി? ഞങ്ങളുടെ നാട്ടിൽ മഴയുമില്ല, മേഘവുമില്ല. രണ്ടിന്റെ സീഡ് ഞാൻ അങ്ങോട്ട് തരാം. എന്ത്? മമ്മൂട്ടിയുടെ മേഘവും ബിജുമേനോന്റെ മഴയും. ദൈവത്തെ ഓർത്ത് അങ്ങ് എന്റെ കൂടെ വരണം. നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞാൻ മഴ പെയ്യിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഞങ്ങളുടെ രാജ്യത്തിന്റെ പകുതി തരാം. നിങ്ങളുടെ രാജ്യം എന്തോരം ഉണ്ട്? 2 സെന്റ്. ആരെവിടെ? എനിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ റെഡിയാക്കൂ. ആര് റെഡിയാക്കാൻ? ഞാൻ തന്നെ എല്ലാം ചെയ്യണം. പോകാം. പ്രിയമുള്ള നാട്ടുകാരെ, അടിമാലി രംഭ നയിക്കുന്ന ഋഷ്യശൃംഖനെയും വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ രോമപാത മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വന്നാട്ടെ, സ്വാഗതം, സുസ്വാഗതം. ബേബിക്കുട്ടന് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ബേബിക്കുട്ടനല്ല, ഋഷ്യശൃംഖൻ. അതെനിക്കറിയാം, പക്ഷെ ആ പേരൊക്കെ ഞാൻ പറഞ്ഞ വല്ല തെറിയായി പോവും. അതുകൊണ്ടാണ് ബേബിക്കുട്ടൻ എന്ന് വിളിച്ചത്. ബൈ ദ ബൈ, രംബേ, നീ കാര്യം സാധിച്ചാണ് വന്നിരിക്കുന്നത്. നിന്നെ ഞാൻ നമ്മുടെ മഹാറാണിയാക്കും. അപ്പൊ ഇവിടെ ഒരു റാണിയുള്ളതോ? കറണ്ട് പോകുമ്പം ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ? ഒട്ടും സമയം കളയണ്ട. ബേബിക്കുട്ട, മഴ പെയ്ക്കൂ. ഓക്കെ, 1 മിനിറ്റ്. ഞാനൊരു മന്ത്രം ചൊല്ലിക്കോട്ടെ. ചൊല്ലു. അത്തള പിത്തള തവളാച്ചി കൊക്ക് മരിക്കണ ചൂരാപ്പ മറിയമ്മന്ന് വിളക്കൂതി റെഡി. ഇനി മഴ പെയ്യട്ടെ. 1 2 3. ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം, ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം. ദും 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 ദുന്ദുഭിനാദം നാദം നാദം, ദും 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 ദുന്ദുഭിനാദം നാദം നാദം. മഴ നിന്നുപോയല്ലോ. മഴ നിന്നുപോയല്ലോ. കണസാ അല്ല ദുഷ്ട ബേബിക്കുട്ട, മഴ നിന്നുപോയല്ലോ. ഹലോ, എന്ത്? ഇതാരാണ് ഈ പരിചയമില്ലാത്തയാൾ? നമുക്ക് പരിചയമുള്ള വേഷഭൂഷാദികളൊന്നുമല്ലല്ലോ ധരിച്ചിരിക്കുന്നത്. പറയൂ, നിങ്ങൾ ഏത് കൊട്ടാരത്തിലെ രാജാവാണ്? ഞാൻ രാജാവും പ്രജയൊന്നുമല്ല. പിന്നെ? ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ഫയർഫോഴ്സിന്റെ ഡ്രൈവറാ. നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? എന്താ കാര്യന്നോ? ഈ മഴയൊക്കെ ഇവിടെ പെയ്ച്ചത് ആരാന്നാ നിങ്ങളുടെ വിചാരം? വരുണൻ. വരുണനല്ല, രമണൻ. ഈ ഞാൻ 1 ടാങ്ക് വെള്ളം കൊണ്ട് ഇപ്പൊ പെയ്ച്ച മഴയ്ക്ക് 6000 രൂപയായി. ഇനി 1 ടാങ്ക് വെള്ളം കൂടി ഉണ്ട്. ഒരു 6000 രൂപ കൂടി തന്ന 1 ടാങ്ക് വെള്ളം കൂടി അങ്ങോട്ട് പെയ്ച്ചേക്കാം. ഋഷ്യശൃംഖ. സോറി ഡിങ്ക.